ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വന്നിട്ടുണ്ട്. രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ഊണിനും എന്തൊക്കെ കറി ഉണ്ടാക്കി എന്നൊക്കെ അറിയണ്ടേ, എന്തൊക്കെ കാപ്പി ഉണ്ടാക്കി എന്നൊക്കെ അറിയണ്ടേ. നിങ്ങൾ വരി, നമുക്ക് പോയി നോക്കിയിട്ട് ദാ വന്ന് എന്ന് പറഞ്ഞ കണക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൊച്ചുങ്ങളുടെ അമ്മമാർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എൻ്റെ വീഡിയോ അവരെ മക്കൾ കാണാറുണ്ട്, അവർക്ക് ഇഷ്ടമാണെന്ന്. അതിനെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമണി മക്കളെയും വിളിക്കാം. നിങ്ങൾ കുഞ്ഞുമണി മക്കളും എൻ്റെ കൂടെ വരി, നമുക്ക് പോയി നോക്കാം എന്തൊക്കെ വച്ചെന്ന്. പോയി നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവരും ലൈക്കും ചെയ്യണം, ഫോളോവും ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. രാവിലെ എന്തൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം 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 പിന്നെ ചിക്കൻ കറി, തേയില വെള്ളം. ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ. ഇന്ന് വേറൊരു കാപ്പി ഉണ്ടാക്കിയില്ല. ഇന്ന് ഇത്രയേ ഉള്ളു. അപ്പവും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ. ഇന്ന് അതുകൊണ്ട് അത് മതിയെന്ന് വിചാരിച്ച് എല്ലാവരും വരി, പെട്ടെന്ന് വരണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച്. ചക്ക അങ്ങനെ വലുതായിട്ടില്ല, അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളു. എന്നാലും നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാം. ചക്ക അടുപ്പിൽ വെക്കാനായിട്ട് വെള്ളവും ഉപ്പും ഒഴിച്ച് വെച്ചേക്കാണ്. ഇച്ചിരിയേ ഉള്ളു ചക്ക. ചക്ക ഇപ്പം ഇല്ലാത്ത സമയമായതുകൊണ്ട് എല്ലാവർക്കും പ്രിയമാണ്. നമുക്ക് എന്തായാലും അടുപ്പിലോട്ട് വയ്ക്കാം. ചക്ക അടുപ്പിലോട്ട് വയ്ക്കാം. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമുക്ക് അരപ്പുണ്ടാക്കാം ചക്കയ്ക്ക്. ഈ തേങ്ങയും മഞ്ഞപ്പൊടിയും ഇട്ട്, പിന്നെ വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരു 5 അല്ലി ഇട്ടു. ചക്കക്കുരു ഇച്ചിരി തോനെ ഇട്ടിട്ടുണ്ട്. ചക്ക കുറവല്ലേ, ചക്കക്കുരു ഇട്ടാലേ ചക്കയ്ക്ക് രുചിയുള്ള. കല്ലുപോലെ നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ നല്ല കല്ലുപോലെ ഇരിക്കും. പിന്നെ കറിവേപ്പില, പിന്നെ കുരുമുളക്, പിന്നെ ജീരകം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയണ്ട, ഒന്ന് ചതച്ച് എടുക്കാം. കട്ടിക്ക് അരച്ച് വെച്ച് ഇത് കണക്ക് അരഞ്ഞാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് അരയണ്ട. ചക്ക വേകുമ്പം അരപ്പിട്ട് ഇളക്കാം. എന്താണെന്ന് നോക്കാം. വെന്ത് നമുക്ക് എന്തായാലും അരപ്പിടാം. ഈ അടുപ്പിൽ തന്നെ മീൻകറിയും കൂടി വെച്ചു കൊടുക്കാം. അടുപ്പിൽ കണലുണ്ടല്ലേ. വെച്ച ചോറാണ്, ഇന്ന് വെച്ച കറിയാണ് കേട്ടോ. നൊത്തോലിയും പിന്നെ മത്തി എല്ലാം കൂടി ഇട്ട് മാങ്ങ ഇട്ട് വെച്ച കറിയാണ്. പിന്നെ ഇത് പൊരിച്ച മീനാണ്. പിന്നെ ചക്ക കൂട്ടാൻ വെച്ചതാണ്, ചക്കക്കുരുവൊക്കെ ഇട്ട് കൂട്ടാൻ വെച്ചതാണ്. പിന്നെ പുളിശ്ശേരി, ഇത് മാങ്ങാ പുളിശ്ശേരിയാണ്. തൈര് ഉണ്ടാക്കിയല്ല. തൈര് എനിക്ക് കൂട്ടിക്കൂടാ. ഞാൻ തൈര് കൊണ്ടുണ്ടാക്കി ഞാൻ ഓർക്കാതെ എടുത്തു വെച്ച് കഴിക്കും. പിന്നെ ചൊറിയ, എനിക്ക് അലർജിയാണ്. അതിന് ശേഷം നമ്മളെ പുളിഞ്ചിക്ക, ഇരുമ്പിക്ക എന്നൊക്കെ പറയും, അതുകൊണ്ട് അച്ചാറിട്ട്, പിന്നെ കപ്പക്കിഴങ്ങ് പുഴുങ്ങി. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇത്രയേ ഉള്ളു. എല്ലാവരും വരും കണ്ട. ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയേ ഉള്ളു. ഉച്ചക്കത്തെ ഊണിന് ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു. ഇത്ര ഐറ്റങ്ങളേ ഉള്ളു കണ്ട. പെട്ടെന്ന് കണ്ട. ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ.